വെയിൽസിന്റെ തലസ്ഥാനമായ കാർഡിഫിൽ നിന്നും 2 ദിവസം മുമ്പ് പുറപ്പെട്ട യാത്രയാണ്. ഇതുവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ല. ഒരു ദിവസം കൊണ്ട് എത്തിച്ചേരുവാനുള്ള ദൂരമേ ഈ യാത്രയ്ക്കുണ്ടായിരുന്നുള്ളൂ. പോരുന്ന വഴിയിൽ ചില സുഹൃത്തുക്കളെ കാണേണ്ടി വന്നതിനാൽ സമയക്രമം അല്പം തെറ്റി. ആദ്യ ദിവസം ബെർമിംഗ്ഹാമിൽ യാത്ര അവസാനിപ്പിച്ചു. ഇടുക്കി മുരിക്കാശ്ശേരി സ്വദേശിയായ തോട്ടത്തിൽ ആൽഡനും ഭാര്യ ലിഡിയയും മക്കളുമായിരുന്നു അവിടുത്തെ ആതിഥേയർ. അടുത്ത ദിവസം കിങ്ലിംഗ് പട്ടണത്തിലെ ട്രാവൽ ലോഡ്ജിൽ അന്തിയുറങ്ങി. കുട്ടികളുമൊത്തുള്ള യാത്രകൾ ഇങ്ങനെയാണ്. ഷെഡ്യൂളുകൾ എല്ലാം തെറ്റും. എങ്കിലും അരമണിക്കൂർ കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും. കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഇംഗ്ലണ്ടിലെ ഒരു ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ് പോകുന്നത്. 1000 വർഷത്തെ ചരിത്രമുള്ള ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രം. ലോകത്ത് കന്യക മറിയം പ്രത്യക്ഷപ്പെട്ടുവെന്ന് വിശ്വസിക്കപ്പെടുന്ന പ്രധാന ദേവാലയങ്ങളിലൊന്ന്. ആഗോള കത്തോലിക്ക സഭയും ആംഗ്ലിക്കൻ സഭയും ഒരുപോലെ പ്രാധാന്യത്തോടെ കാണുന്ന തീർത്ഥാടന കേന്ദ്രം. അതെ, ഇംഗ്ലണ്ടിലെ നസറത്ത് എന്ന് അറിയപ്പെടുന്ന വാൾസിംഗ്ഹാമിലേക്കാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിഴക്കൻ ഇംഗ്ലണ്ടിലെ നോർഫോർക്ക് കൗണ്ടിയിൽ നോർത്ത് നോർഫോർക്ക് ജില്ലയിലെ ഒരു ചെറു പൈതൃക ഗ്രാമമാണ് വാൾസിംഗ്ഹാം. ഇന്ത്യയിലെ വേളാങ്കണ്ണി പോലെ യുകെയിലും യൂറോപ്പിലുമുള്ള മരിയൻ ഭക്തരുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രം. ലൂർദ്, ഫാത്തിമ, വേളാങ്കണ്ണി, ഗാദലൂപ്പെ, നോർക്ക്, എയിൽഫോർഡ്, റോസ മിസ്റ്റിക്ക, മെജുഗുറോ തുടങ്ങിയ ലോകപ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളെക്കാൾ നൂറ്റാണ്ടുകൾ മുന്നേ വാൾസിംഗ്ഹാമിൽ മറിയം പ്രത്യക്ഷപ്പെട്ടുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഞങ്ങളുടെ വാഹനം വാൾസിംഗ്ഹാമിലേക്ക് അടുക്കുമ്പോൾ ആ സംഭവമാണ് മനസ്സിലേക്ക് എത്തുന്നത്. AD 1061 റിച്ചർഡീസ് എന്ന കുലീന സ്ത്രീക്കാണ് ഇവിടെ വിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ടത്. തുടർച്ചയായി 3 തവണ ദൈവമാതാവിന്റെ സാന്നിധ്യം അവർ അനുഭവിച്ചു. വാൾസിംഗ്ഹാമിൽ തനിക്കായി ഒരു ഭവനം നിർമ്മിക്കണമെന്ന് മറിയം ആവശ്യപ്പെട്ടു. ദൈവപുത്രന്റെ വരവറിയിച്ച് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട വീടിന്റെ അതേ വലിപ്പത്തിലും മാതൃകയിലും ഭവനം നിർമ്മിക്കാനാണ് മറിയം നിർദ്ദേശിച്ചത്. മംഗളവാർത്താ ഭവനം ഇവിടെ പുനഃസൃഷ്ടിക്കപ്പെട്ടാൽ താൻ വഴി ജനതയ്ക്ക് വലിയ അനുഗ്രഹവും മാതാവ് വാഗ്ദാനം ചെയ്തു. നസ്രത്തിലെ ആ വീടിന്റെ അളവുകളും അവൾ റിച്ചർഡീസിനെ വെളിപ്പെടുത്തി. കടുത്ത മരിയഭക്തിയായിരുന്ന റിച്ചർഡീസ് ദൈവമാതാവിന്റെ ഇംഗിതം അണുവിട തെറ്റാതെ നടപ്പാക്കി. അക്കാലം മുതൽ ഇംഗ്ലണ്ടിലെ നസ്രത്ത് എന്നാണ് വാൾസിംഗ്ഹാം അറിയപ്പെടുന്നത്. ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമാണെങ്കിലും ഇവിടേക്കുള്ള യാത്ര അത്ര എളുപ്പമല്ല. ഹീത്രൂ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും 230 കിലോമീറ്ററും ബെർമിംഗ്ഹാം എയർപോർട്ടിൽ നിന്നും 220 കിലോമീറ്ററും സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനിലേക്ക് 15 കിലോമീറ്റർ ദൂരമുണ്ട്. തികച്ചും ഒരു ഉൾനാടൻ കാർഷിക ഗ്രാമം. ബസ് സർവീസുകളും നന്നേ കുറവാണ്. വേളാങ്കണ്ണിയിലേതുപോലെ തീർത്ഥാടകർക്കായി വിപുലമായ താമസ സൗകര്യങ്ങളോ ലോഡ്ജുകളോ ഇവിടെ ലഭ്യമല്ല. വാൾസിംഗ്ഹാം ഒരു പൈതൃക ഗ്രാമമാണ്. അതിനാൽ പ്രകൃതിയെ നശിപ്പിച്ചുള്ള വലിയ നിർമ്മിതികൾ സർക്കാർ ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. വീതി കുറഞ്ഞ ഗ്രാമീണ റോഡിലൂടെയാണ് കാർ ഇപ്പോൾ കടന്നു പോകുന്നത്. അറ്റകുറ്റപ്പണികൾ നടത്തിയ മികച്ച റോഡ്. എന്നാൽ മിക്കയിടത്തും വാഹനങ്ങൾ നിർത്തുവാനോ കാഴ്ചകൾ കാണുവാനോ സൗകര്യമില്ല. 5 കിലോമീറ്റർ പിന്നിടുമ്പോൾ മാത്രമാണ് ഒരു ചെറിയ കവല ലഭിക്കുന്നത്. 95% മേൽ കാർഷിക വൃത്തിയെ ഉപജീവിച്ച് കഴിയുന്നവരാണ് ഇവിടെയുള്ളത്. ഗ്രാമീണ വീടുകളും അറപ്പുരകളും വിശാലമായ കൃഷിയിടങ്ങളും ധാരാളമുണ്ട്. എന്നാൽ റോഡരികിലോ കൃഷിയിടങ്ങളിലോ ആളുകളുടെ സാന്നിധ്യം നാം കാണുന്നില്ല. അന്താരാഷ്ട്ര പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രം സമീപത്തുണ്ടെന്ന ഒരു സൂചനയും ഇവിടെയില്ല. വാൾസിംഗ്ഹാം തീർത്ഥാടന ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഗോതമ്പ് പാടങ്ങളുടെ നടുവിലൂടെയുള്ള ചെറുപാതയിലാണ് നാം ഇപ്പോൾ സഞ്ചരിക്കുന്നത്. കഷ്ടിച്ച് 2 വാഹനങ്ങൾക്ക് ഇതിലെ കടന്നു പോകാം. ഇതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. അവർ ലേഡി ഓഫ് വാൾസിംഗ്ഹാം ബസിലിക്കയും സ്ലിപ്പർ ചാപ്പലും അനുബന്ധ കേന്ദ്രങ്ങളുമാണ് മുന്നിൽ കാണുന്നത്. മാതാവിന്റെ ആഗ്രഹപ്രകാരം റിച്ചർഡീസ് നിർമ്മിച്ച കെട്ടിടം ഇവിടെയായിരുന്നില്ല. 1 കിലോമീറ്റർ ഇവിടെ നിന്നും മാറിയായിരുന്നു ആ നിർമ്മിതി. ആ സ്ഥലത്ത് നിന്നും കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലുള്ള വാൾസിംഗ്ഹാം തീർത്ഥാടനം ഈ സ്ഥലത്തേക്ക് മാറിയതിന് പിന്നിൽ വിശ്വാസ വ്യതിയാനത്തിന്റെ ഒരു കഥയുണ്ട്. AD 1200 ഹെൻറി 3 രാജാവിന്റെ കാലം മുതൽ ബ്രിട്ടീഷ് രാജകുടുംബം ഇവിടുത്തെ നിത്യ സന്ദർശകരായിരുന്നു. ഇക്കാലത്ത് കാൻറ്റർബറിക്കൊപ്പം രാജകുടുംബത്തിന്റെ ഔദ്യോഗിക പ്രാർത്ഥനാലയം എന്ന ഖ്യാതി വാൾസിംഗ്ഹാമിനും ലഭിച്ചു. AD 1538 ഹെൻറി 8 രാജാവ് കത്തോലിക്ക സഭയുമായുള്ള രാജകുടുംബത്തിന്റെ ബന്ധം എന്നേക്കുമായി അവസാനിപ്പിച്ചു. രാജ്യാധികാരത്തിന് കീഴിൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്ന പുതിയൊരു സഭയ്ക്ക് രൂപം നൽകി. ഇക്കാലത്തെ കത്തോലിക്ക സഭ കടുത്ത വെല്ലുവിളിയാണ് ബ്രിട്ടനിൽ നേരിട്ടത്. ദൈവാലയങ്ങൾ നശിപ്പിക്കപ്പെടുകയോ പുതിയ സഭ ഏറ്റെടുക്കുകയോ ചെയ്തു. രാജഭക്തരായ ഭൂരിപക്ഷം ജനങ്ങളും ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഭാഗമായി. എന്നാൽ വാൾസിംഗ്ഹാം മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള ജനങ്ങളുടെ ഒഴുക്കിന് യാതൊരു കുറവും ഉണ്ടായില്ല. ഏറെ താമസിക്കാതെ ഇവിടേക്കുള്ള തീർത്ഥാടനത്തിനും വിലക്കുണ്ടായി. അതോടെ ഒരു സാധാരണ ഇംഗ്ലീഷ് ഗ്രാമം മാത്രമായി വാൾസിംഗ്ഹാം. 360 വർഷമാണ് ഇവിടെ പുറം ലോകത്ത് നിന്നും മറഞ്ഞു കിടന്നത്. 1897 വാൾസിംഗ്ഹാമിൽ കത്തോലിക്ക തീർത്ഥാടനം വീണ്ടും ആരംഭിച്ചു. ഇതിന് നിമിത്തമായത് ഷാർലറ്റ് ബോയ്ഡ് എന്ന ഒരു കത്തോലിക്ക വിശ്വാസിയായിരുന്നു.
ദേവാലയം അടയ്ക്കും മുമ്പ് റിച്ചർഡീസ് പണിത ഭവനത്തിലേക്ക് പോകുന്നവർ പാദരക്ഷകൾ ഗ്രാമത്തിന്റെ അതിർത്തിയിൽ ഒരിടത്ത് അഴിച്ചു വെച്ചിരുന്നു. ഇങ്ങനെ ചെയ്തിരുന്ന സ്ഥലത്ത് 1340 ഒരു ചാപ്പൽ പണിതു. സ്ലിപ്പർ ചാപ്പൽ എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. പിന്നീടുള്ള വർഷങ്ങളിൽ തീർത്ഥാടകർ ഈ ചാപ്പലിൽ നിന്നും പ്രധാന ദേവാലയത്തിലേക്ക് പ്രദക്ഷിണമായി പോകുന്നത് ഒരു പതിവാക്കി. ഈ ചാപ്പൽ വാങ്ങിയ ബോയ്ഡ് അവിടെ മരിയൻ തീർത്ഥാടനം വീണ്ടും ആരംഭിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ നടത്തി. അക്കഥ പിന്നാലെ പറയാം. ബസിലിക്കയിൽ വിശുദ്ധ കുർബാന ആരംഭിക്കുകയാണ്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും മരിയൻ ഭക്തർ ഇന്നത്തെ കുർബാനയിൽ പങ്കുചേരുന്നുണ്ട്. ബസിലിക്കയുടെ അൾത്താരയിൽ നിന്നും മൈതാനത്തിന് അഭിമുഖമായാണ് ദിവ്യബലി നടക്കുന്നത്. മൈതാനത്തിലെ ചെറുകൂടാരത്തിലും സമീപത്ത് പുൽത്തകടിയിലും ഇരുന്ന് വിശ്വാസികൾ കുർബാനയിൽ പങ്കെടുക്കുന്നു. പൊതുവെ വിശ്വാസ ദാരിദ്ര്യം അനുഭവിക്കുന്ന യൂറോപ്യൻ നാടുകളിൽ നിന്നും ധാരാളം പേർ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള വൈദികർ സംയുക്തമായി ഇന്നത്തെ കുർബാനയിൽ സഹകാർമ്മികരാകുന്നു. 2015 ഡിസംബർ 27 ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് വാൾസിംഗ്ഹാമിനെ ഒരു മൈനർ ബസിലിക്കയായി ഉയർത്തിയത്. കുർബാന സമാപിച്ചതോടെ സ്ലിപ്പർ ചാപ്പലിന് മുൻപിൽ വിശ്വാസികളുടെ തിരക്കായി. 1897 ഇവിടെ ആരാധന പുനരാരംഭിച്ചതിന് ശേഷമാണ് ഈ ചാപ്പലിന് പ്രശസ്തിയേറിയത്. അക്കൊല്ലം ലിയോ 13 മാർപ്പാപ്പ വാൾസിംഗ്ഹാം മാതാവിന്റെ പുതിയ രൂപം വെഞ്ചരിച്ച് വത്തിക്കാനിൽ നിന്നും ഇവിടേക്ക് കൊടുത്തുവിട്ടു. ഓഗസ്റ്റ് 19 ആ തിരുരൂപം സ്ലിപ്പർ ചാപ്പലിൽ സ്ഥാപിച്ചു. കാലക്രമേണ വിശ്വാസികളുടെ തിരക്ക് വർദ്ധിച്ചു. 1934 ഓഗസ്റ്റ് 15 ദൈവമാതാവിന്റെ സ്വർഗാരോഹണ തിരുനാൾ ദിനത്തിൽ 500 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഒരു പൊതു ദിവ്യബലി അർപ്പിക്കപ്പെട്ടു. അന്നത്തെ നോർത്താംപ്ടൺ ബിഷപ്പ് ലോറൻസ് യൂൺസ് ആയിരുന്നു മുഖ്യ കാർമ്മികൻ. 2 ദിവസത്തിനു ശേഷം കർദിനാൾ ഫ്രാൻസിസ് ബോണിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടനിലെ കത്തോലിക്ക ബിഷപ്പുമാർ ഇവിടെ സമൂഹ ബലി അർപ്പിച്ചു. വെയിൽസ്, അയർലൻഡ്, ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിൽ നിന്നും 10,000-ഓളം വിശ്വാസികളാണ് അന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തത്. ഇതാണ് മാർപ്പാപ്പ വെഞ്ചരിച്ച് നൽകിയ വാൾസിംഗ്ഹാം മാതാവിന്റെ രൂപം. ഇതിലെ കിരീടം 1954 പ്രതിഷ്ഠിക്കപ്പെട്ടത്. സ്വർഗാരോഹണ തിരുനാൾ ദിവസം പയസ് 12 മാർപ്പാപ്പ വെഞ്ചരിച്ച് നൽകിയ കിരീടം അദ്ദേഹത്തിന്റെ പ്രതിനിധി മോൺസിഞ്ഞോർ ജെറാൾഡ് ഒഹാര ഈ രൂപത്തിൽ അണിയിച്ചു. വളരെ ചെറിയ ചാപ്പലാണിത്. ഗോതിക് ശൈലിയിൽ വലിയ അലങ്കാരങ്ങളൊന്നുമില്ലാത്ത നിർമ്മിതി. അൾത്താരയും പ്രധാന രൂപവും മിതമായ ഐക്കണുകളും മാത്രമാണ് ഇവിടെയുള്ളത്. ഈ ചാപ്പലിന്റെ മറ്റൊരു വശത്തെ സെന്റ് പീറ്റർ മുതൽ സെന്റ് ജോൺ പോൾ II വരെയുള്ള വിവിധ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന 33 വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ പൊതുവണക്കത്തിന് വെച്ചിരിക്കുന്നു. ഇതിൽ അഗതികളുടെ അമ്മയായ കൊൽക്കട്ടയിലെ മദർ തെരേസയുടെ തിരുശേഷിപ്പുമുണ്ട്. നമ്മുടെ നാട്ടിൽ ഏറെ അറിയപ്പെടുന്ന വിശുദ്ധ പൗലോസ്, വിശുദ്ധ യോഹന്നാൻ, വിശുദ്ധ ആഗ്നസ്, വിശുദ്ധ ഫ്രാൻസിസ് അസീസി, വിശുദ്ധ ക്ലാര, വിശുദ്ധ തോമസ് അക്വിനസ്, വിശുദ്ധ അമ്മ ത്രേസ്യ, വിശുദ്ധ ഡോൺ ബോസ്കോ എന്നിവരുടെ തിരുശേഷിപ്പുകളും ഇക്കൂട്ടത്തിലുണ്ട്. തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന ചാപ്പലിന്റെ ഭിത്തിയിൽ പലരും ഭക്തിപൂർവ്വം കൈകൾ തൊട്ട് പ്രാർത്ഥിക്കുന്നു. ഭിത്തിയിൽ അടക്കം ചെയ്തിരിക്കുന്ന പേടകത്തിൽ ഒരു കഷ്ണം തുണിയാണുള്ളത്. യേശുവിന്റെ കുരിശുമരണ സമയത്ത് കന്യകാമറിയം ധരിച്ചിരുന്ന യഥാർത്ഥ തലമുണ്ടിന്റെ ഒരു ഭാഗമാണിതെന്ന് ഇവിടെ എഴുതി വച്ചിരിക്കുന്നു. 1850 പയസ് 9 മാർപ്പാപ്പ കർദിനാൾ വൈസ്മാന് സമ്മാനിച്ചതാണ് ഇതെന്നും രേഖകളിൽ കാണുന്നു. ചാപ്പലിലേക്ക് ധാരാളം വിശ്വാസികൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഇതാ ഇവിടെ മെഴുകുതിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കുവാൻ ഒരു പ്രത്യേക സ്ഥലം ക്രമീകരിച്ചിരിക്കുന്നു. അതിന് അടുത്തായി തന്നെ ഭക്തവസ്തുക്കൾ വാങ്ങുന്നതിന് പ്രത്യേക സ്റ്റാളുമുണ്ട്. ഈ രണ്ടിടത്തും തീർത്ഥാടകരുടെ വലിയ തിരക്കാണ്. വാൾസിംഗ്ഹാം സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സമ്മാനിക്കുവാനും ധാരാളം സാധനങ്ങൾ ആളുകൾ വാങ്ങിക്കൂട്ടുന്നു. വീണ്ടും പ്രധാന അങ്കണത്തിലേക്ക് എത്തി. അല്പം മാറി കുറച്ചുപേർ കൂട്ടം കൂടി നിൽക്കുന്നു. അവർക്ക് നടുവിൽ ഒരു വൈദികനെയും കാണുന്നുണ്ട്. അവിടേക്ക് നടന്നെത്തി. ഇത് കുരിശിന്റെ വഴി പ്രദക്ഷിണമാണ്. യേശുക്രിസ്തു പീലാത്തോസിന്റെ ഭവനം മുതൽ കാൽവരി വരെ നടത്തിയ യാത്രയുടെ അനുസ്മരണം. ധാരാളം പേർ ഇതിൽ പങ്കാളികളാകുന്നുണ്ട്. ഇനി ഇവിടുത്തെ പ്രധാന ബസിലിക്കയിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇംഗ്ലണ്ടിന്റെ തനത് വാസ്തുശില്പ രീതിയിലാണ് നിർമ്മാണം. അധികം കൊത്തുമണികളോ അലങ്കാരങ്ങളോ ഇല്ല. ഒരു വശത്തെ ഗാദലൂപ്പെ മാതാവിന്റെ ചിത്രത്തിനു മുൻപിൽ വിശ്വാസികൾ പ്രാർത്ഥിച്ചു പോകുന്നു. ഓരോരുത്തരും കടന്നു പോയതിനു ശേഷം അവിടെ നിന്നൊരാൾ ചിത്രം തുടച്ചു വൃത്തിയാക്കുന്നു. ചിലർ ബെഞ്ചുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ദേവാലയത്തിന്റെ ഇരുമൂലകളിൽ മെഴുകുതിരി കത്തിക്കുവാൻ പ്രത്യേക സൗകര്യമുണ്ട്. ഇതിൽ ഒരിടത്ത് ക്രൂശിതനായ ക്രിസ്തുവിന്റെയും മറ്റൊരിടത്ത് കരുണയുടെ ക്രിസ്തുവിന്റെയും ചിത്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. ബസിലിക്കയുടെ മുറ്റത്തിന് സമീപം വലിയ കൃഷിയിടങ്ങളാണ് കാഴ്ചയിലെത്തുന്നത്. ഏകാന്തമായ പ്രാർത്ഥനയ്ക്ക് പറ്റിയ അന്തരീക്ഷം. തീർത്ഥാടകരെ ലക്ഷ്യം വെച്ച് അനാവശ്യ കച്ചവടങ്ങളോ നിർമ്മിതികളോ എങ്ങും കാണാനില്ല. ഈ കേന്ദ്രത്തിന്റെ ഭാഗമായ ഒരു ഭക്ഷണശാല ഒഴികെ ആഹാരം ലഭിക്കുന്ന വേറൊരിടവും ഈ ചുറ്റുവട്ടത്തില്ല. ഭക്തിയെ കച്ചവടമായി മാറ്റാതെ തനിമ നിലനിർത്തി വിശ്വാസത്തിന്റെ പാതയിൽ ആളുകളെ ഉറപ്പിക്കുക, അതാണ് വാൾസിംഗ്ഹാം തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്നു വരുന്നത്. പ്രതിവർഷം 2 ലക്ഷത്തോടടുത്ത് പേരാണ് ഇവിടം സന്ദർശിക്കാറുള്ളത്. പരിമിതമായ സൗകര്യങ്ങളിൽ പ്രാർത്ഥന നടത്തി അവരെല്ലാം മടങ്ങുന്നു. ചപ്പ് ചവറുകളോ മാലിന്യ കൂമ്പാരങ്ങളോ എങ്ങും കാണാനില്ല. നല്ല വൃത്തിയും വെടിപ്പുമുള്ള പരിസരം.
ഉച്ചഭാഷണികളുടെ കാതടപ്പിക്കുന്ന ശബ്ദമില്ല, കച്ചവടക്കാരുടെ ബഹളമൊന്നുമില്ല, തികച്ചും ശാന്തമായ അന്തരീക്ഷം. ഇവിടെ ഇംഗ്ലണ്ടിലെ പ്രധാന മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ വിവരമാണ് നൽകിയിരിക്കുന്നത്. 1940 ഇവിടങ്ങളിൽ നിന്നെല്ലാം കാൽനടയായി 400 പുരുഷന്മാർ കുരിശുമായി വാൽസിംഗ്ഹാമിൽ എത്തിച്ചേർന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഓരോ തീർത്ഥാടന കേന്ദ്രവും വാൽസിംഗ്ഹാമും തമ്മിലുള്ള അകലം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബ്രിട്ടനിലെ പ്രോ ലൈഫ് മൂവ്മെന്റിന്റെ ഒരു കൗണ്ടറാണിത്. സെപ്റ്റംബർ 7 ലണ്ടനിൽ ഇവരുടെ ഒരു റാലി നടക്കുന്നുണ്ട്. അതേക്കുറിച്ചുള്ള പ്രചരണമാണ് നടന്നുവരുന്നത്. UK പ്രോ ലൈഫ് പ്രസ്ഥാനത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് വാൽസിംഗ്ഹാം. ഉദരത്തിൽ ഉരുവാകുന്ന എല്ലാ ജീവനും സംരക്ഷിക്കപ്പെടണമെന്നും ഏതു സാഹചര്യത്തിലാണെങ്കിലും ജീവൻ അപായപ്പെടുത്തുന്നത് പാപമാണെന്നും വിശ്വസിക്കുന്നവരാണ് പ്രോ ലൈഫ് പ്രവർത്തകർ. ഇവരെ കടുത്ത യാഥാസ്ഥിതികരും ശാസ്ത്രവിരോധികളുമായി പലരും ചിത്രീകരിക്കാറുണ്ട്. എന്നാൽ ഇന്ന് യൂറോപ്പിലടക്കം ഈ പ്രസ്ഥാനത്തിന് വലിയ പിന്തുണയേറി വരികയാണ്. ബെൻ എന്നാണ് കൗണ്ടറിൽ നിൽക്കുന്ന പ്രവർത്തകന്റെ പേര്. മേശപ്പുറത്തിരിക്കുന്ന ബാൻഡ് കയ്യിൽ അണിഞ്ഞും ലഘുലേഖ വിതരണം ചെയ്തും പ്രോ ലൈഫ് പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാനാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ലണ്ടനിൽ നടക്കുന്ന റാലിയുടെ വിജയത്തിനായി ബസിലിക്കയുടെ മുന്നിലെ മൈതാനത്ത് 4 വൈദികരുടെ നേതൃത്വത്തിൽ ജപമാല പ്രാർത്ഥന നടക്കുന്നതും കാണാനിടയായി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രോ ലൈഫ് മൂവ്മെന്റ് പ്രവർത്തകരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. 1934 മുതൽ ഇംഗ്ലണ്ടിലെ കത്തോലിക്ക സഭയുടെ ദേശീയ തീർത്ഥാടന കേന്ദ്രമാണ് വാൽസിംഗ്ഹാം. വിമോചനനാഥ അഥവാ അവർ ലേഡി ഓഫ് റാൻസം എന്നാണ് വാൽസിംഗ്ഹാം മാതാവ് വിളിക്കപ്പെടുന്നത്. ലേഡി ഓഫ് റാൻസത്തിന്റെ തിരുനാൾ ദിനമായ സെപ്റ്റംബർ 24 ഇവിടുത്തെ പ്രധാന തിരുനാൾ. നമ്മുടെ കേരളത്തിലും ഇതേ ദിവസം എറണാകുളം ജില്ലയിലെ വല്ലാർപാടം ബസിലിക്കയിൽ വിമോചനനാഥയുടെ തിരുനാൾ ആഘോഷപൂർവ്വം നടത്തപ്പെടുന്നുണ്ട്. പ്രതിവർഷം 2 ലക്ഷത്തിനടുത്ത് വിശ്വാസികളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള 35ഓളം തീർത്ഥാടക സംഘങ്ങളാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. കേരളത്തിലെ സീറോ മലബാർ സഭയുടെ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ജൂലൈ മാസത്തിൽ ഇവിടേക്ക് തീർത്ഥാടനം നടന്നുവരുന്നു. UK വിവിധ ഭാഗങ്ങളിൽ നിന്നും 5000ഓളം പേർ ഇതിൽ പങ്കാളികളാകുന്നു. മെയ് മാസത്തിൽ തമിഴ് വിശ്വാസികൾ നടത്തുന്ന പ്രത്യേക തീർത്ഥാടനത്തിൽ 15000ഓളം ആളുകളാണ് എത്തിച്ചേരുന്നത്. ഇനി ഏറെ നേരം ഇവിടെ ചിലവഴിക്കുന്നില്ല. ഇവിടെ നിന്നും വീട്ടിലേക്ക് 300 കിലോമീറ്റർ സഞ്ചരിക്കണം. നേരം 5 മണിയോടടുക്കുന്നു. റിച്ചർഡീസ് മാതാവിന് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തേക്ക് പോകണമെന്നുണ്ട്. ഞങ്ങൾ ഇവിടേക്ക് വന്ന വഴിയിലൂടെ മടങ്ങിയാൽ മാത്രമേ അത് സാധ്യമാകൂ. തീർത്ഥാടകരുടെ സൗകര്യത്തിന് റോഡ് 1 വേ ആക്കിയിരിക്കുകയാണ്. അതിനാൽ അതുവഴി പോകുവാൻ കഴിയില്ല. അവിടെ പിന്നീട് ഒരവസരത്തിൽ സന്ദർശിക്കാമെന്ന് തീരുമാനിച്ചു. കത്തോലിക്ക സഭ നടത്തുന്ന തീർത്ഥാടനത്തിന് പുറമെ ആംഗ്ലിക്കൻ സഭയും വാൽസിംഗ്ഹാം തീർത്ഥാടനം നടത്തുന്നുണ്ട്. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് അവർ അത് ആരംഭിച്ചത്. വാൽസിംഗ്ഹാമിലെ പ്രധാന ഗ്രാമത്തോട് ചേർന്ന് തീർത്ഥാടകർക്കായി പ്രത്യേക താമസ സൗകര്യം ലഭ്യമാണ്. ഈ സാധ്യത അടുത്ത വരവിൽ പ്രയോജനപ്പെടുത്തുവാൻ തീരുമാനിച്ചാണ് മടങ്ങുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സൈൻ ഔട്ട്, സുനീഷ് ഡാൻ തോമസ്.